അപ്പോൾ എല്ലാ കൂട്ടുകാരും കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ ഗെയിം ഏതാണെന്ന്. സ്കൂൾ ബോയ് റണവേ ആണ് ഗൈസ് ഇത് ഗെയിം. അപ്പോൾ നമുക്കറിയാമല്ലോ ഇതിനെ പറ്റി എന്തൊക്കെയാണെന്ന്. അപ്പോൾ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഹോംവർക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മളിതിൽ ഗ്രേഡ് മിസ് എന്തോ ഇട്ടിട്ടുണ്ട്. മിസ് ബിഹൈവ് ആണ് ഗൈസ്. ക്ലാസ്സിൽ അങ്ങനെ ശ്രദ്ധിക്കാത്ത ഒരാളാണ്. പഠിക്കുന്ന കുട്ടിയാണോ എനിക്കറിയില്ല, കാരണം നല്ല പഠിപ്പിക്കുന്ന ആൾക്കാരാണ്. കളിക്കാൻ വിടുന്നില്ല. പഠിക്കണം, എന്നാലും പഠിച്ചിട്ട് നേരത്തെ പഠിച്ചാൽ പോവായിരുന്നു. ഓക്കെ, ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കളിച്ചേ പറ്റുള്ളൂ ഗൈസ്. അപ്പോൾ എന്താ ആഡ് വന്ന്. ഓക്കെ ഓക്കെ, ആഡ് അപ്പോൾ നമുക്ക് ഏതാ വിഷയം മാത്സ് ആണ് ഗൈസ്. അപ്പോൾ സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യുക ഗൈസ്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ഞാൻ ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ പുറത്ത് വരെ കാണുന്നുണ്ട് ഗൈസ്. നിങ്ങൾ പുറത്ത് അവരുണ്ട്, ഒരു നീല കുപ്പായിട്ടിട്ട് നമ്മളെ നേരത്തെ വിളിക്കാൻ വന്നവൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഓക്കെ എന്തായാലും നിർബന്ധം എക്സ്കേപ്പ് വേണം ഗൈസ്. കാരണം നമ്മൾ റൂമിലാണ് നിൽക്കുന്നത്. ഒരു റൂമിൽ നിന്ന് പുറത്തോട്ട് പോകാൻ പാടില്ല എന്നാണ്, ഈ ബെഡിൽ തന്നെ ഇരിക്കണം എന്നാണ് തോന്നുന്നു, നിർബന്ധമാണ് തോന്നുന്നു. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് ഇന്ന് വീടിൻ്റെ പുറത്തായി അവരുടെ കൂടെ കളിക്കാൻ പോകണം. ഒരു ഫുട്ബോളാണ് കളിക്കുന്നത് തോന്നുന്നു ഗൈസ്. കാരണം ബോളൊക്കെ ഞങ്ങളുണ്ട് അവൻ്റെ കൈ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും ഗ്രാഫിക്സൊക്കെ ഹൈ ആണ്. ഞാൻ ചിലപ്പോൾ ഈ കുറക്കും കുറച്ച് സ്മൂത്തായി, ഒന്നും കൂടി സ്മൂത്താവൂല ഗൈസ്. ലോ അല്ല, മീഡിയത്തിലോട്ട് മീഡിയ ആക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് പോവാം. പപ്പ ഇവിടെ ഹോക്കി കണ്ടിരിക്കുക. കണ്ട് ഓ, ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഗൈസ് വിളിച്ച് നമുക്ക് ക്രൗച്ച് ചെയ്ത് പോകണം. അപ്പോൾ 20 എടുക്കണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19. ഗായ്സ്, അവസാനത്തെ 20 കൂടി ഇട്ടിട്ടുണ്ട്. 20 അങ്ങനെ നമ്മൾ അതും കഴിഞ്ഞു. നമുക്ക് നേരെ റൂമിലോട്ടായിരിക്കും നമ്മൾ പോകുന്നത്. ആഡ് വിന്നിങ് കണ്ടു ഗൈസ്. ഈ ആഡ് പറഞ്ഞാൽ ഇത് ഇവരുടെ കമ്പനിയുടെ ഗെയിമാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ റൂമിൽ വീണ്ടും എത്തി ഗൈസ്. അപ്പോൾ ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നമ്മളിത് പാളി പോയേക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി സെക്കൻഡ് അറ്റംപ്റ്റ് നോക്കാം. ഇവിടെ ഒന്നും ഇല്ല എന്ന് തോന്നുന്നത്, കാരണം ഞാൻ നോക്കിയതാണ്. ഈ കമ്പ്യൂട്ടറിലാണെങ്കിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ പപ്പയാണെങ്കിലോ ഹോക്കിയുടെ ആണെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് സ്ഥലങ്ങൾ നോക്കി പോവും. നമുക്കൊന്ന് പുറത്ത് പോയി കിച്ചണിൽ വന്നിട്ട് പോകണ്ട, നമുക്ക് ഡോർ ബെല്ലൊന്ന് അടിച്ചാലോ ഗൈസ്. ഡോർ ബെല്ലടിച്ചാൽ 20 പ്രാവശ്യം തോന്നുന്നു. ആ വർക്കിംഗ് ആണോ എനിക്കറിയില്ല. 20 പ്രാവശ്യം നമ്മൾ ഡോർ ബെല്ലടിച്ച വാതിൽ തുറന്ന് തരും മമ്മ എന്നാണ് ഈ ഗെയിമിൽ പറയുന്നത്. എനിക്കറിയില്ല. ടോയ്ലറ്റിൽ എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം എനിക്ക് പണ്ട് കളിച്ചൊരു ഓർമ്മയുണ്ട്. ടോയ്ലറ്റിൽ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇതിലാണ് ഗൈസ്, ഇതിലല്ല, വാഷിംഗ് മെഷീനിലല്ല. ഇത് അഴുകിയ തുണിയാണ്. ഇത് നമുക്ക് നീക്കാൻ പറ്റുമോ? ഇവിടെ ഒളിച്ചിരിക്കാൻ പറ്റും. ഞാൻ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല. ഇത് ഊരി എടുക്കാൻ പറ്റുമോ? നമുക്ക് സ്റ്റിക്ക് എന്തോ ലാഡറിനെ വെച്ചെടുക്കാനാണ്. നമുക്ക് അടച്ചിട്ടേക്കാം. നമുക്ക് കീ വേണം ഗൈസ്. കീ ഇല്ലാതെ പുറത്തോട്ട് നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റായിട്ട് ഇറങ്ങി പോകാൻ പറ്റില്ല. മോം തുറന്നിടും, പക്ഷെ നമ്മൾ പുറത്തിറങ്ങാൻ അല്ലെങ്കിലും പറ്റും ഗൈസ്. നമുക്ക് കിച്ചൺ വിൻഡോ ഉണ്ട് ഓപ്പണായിട്ട്, അതിലൂടെ പോവുകയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ മാമ കാണുമോ എനിക്കറിയില്ല. ബെല്ലടിച്ചു, മാമ പോയി. നമുക്ക് 20 തവണ എന്തായാലും ആക്കാൻ സാധ്യതയില്ല. കാരണം 5 തവണ ആയാൽ തന്നെ മോം സ്പീഡിലായി പോകും, ഫാസ്റ്റായി മാറും. അപ്പോൾ നമുക്ക് കളിക്കാൻ കുറച്ച് പിടിച്ചതല്ലേ ഗൈസ്. ഓക്കെ,
അപ്പോൾ നമ്മളെ പിടിച്ചിട്ട് നമ്മളെ അടിക്കുകയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നൊരു എസ്കേപ്പ് വേണം. അധികം എസ്കേപ്പ് കിട്ടാൻ സാധ്യതയില്ല, കാരണം നമ്മളാണല്ലോ കളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് സബ്സ്ക്രൈബ് എന്തായാലും നിങ്ങൾ ചെയ്യുക. ചിരിക്കുന്ന ഓക്കെ, ആര് ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നത്. പപ്പയാണോ അത് ഞാനല്ല, കാരണം ഞാൻ കുട്ടീൻ്റെ സൗണ്ടാണ് എനിക്കുള്ളത്. അപ്പോൾ നമുക്ക് മമ്മ ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ബുക്കിൽ വായിക്കുന്നത് പോലെ അഭിനയിക്കാം. അമ്മ വരുന്നുണ്ട്. ജസ്റ്റ് സ്കോർ അത് ഹോക്കിയുടെ പറ്റി പപ്പ ഇങ്ങനെ ഓരോന്ന് പറയുന്നതാണ് ഗൈസ്. അപ്പോൾ പപ്പ ഒരു ഹോക്കി ഫാനാണ് തോന്നുന്നു. ഓക്കെ, നമുക്ക് ഹോക്കി ഫാൻ ആണോ നല്ലത്. ഒരു ഇൻഫെക്റ്റഡ് പറഞ്ഞിട്ട് സ്പ്രേ ഉണ്ടോന്ന് അത് ഗൈസ് പപ്പയുടെ നമ്മുടെ പപ്പയുടെ എന്തോ ചായ കുടിക്കുന്ന കപ്പിലോട്ട് ഇട്ട പപ്പ ഉറങ്ങുക എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് മീഡിയത്തിലിടാം. ഓക്കെ, പുലി കുഴപ്പമില്ല ഗൈസ്, നല്ല ഗ്രാഫിക്സ് തന്നെയാണല്ലോ. പൊട്ടാറ്റോ പറഞ്ഞിട്ട് എന്തോ എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് ഈ കിച്ചൻ്റെ ഡോർബെൽ ഒന്ന് വഴി അടിക്കാം ഗൈസ്. സെക്കൻഡ് ടൈം. ഓക്കെ, അടിച്ചില്ല, അടിച്ച് പെട്ട് ഗൈസ്. അങ്ങനെ നമ്മൾ വീണ്ടും അടിച്ചിരുന്നേക്കാണ്. അത് പപ്പ പറയുന്നതാണല്ലോ. നമ്മളെന്തിനാ വിളിക്കുന്നത്? നമുക്ക് ഡോറടിച്ച് ഇവിടെ ബുക്ക് വായിക്കുന്ന പോലെ, കാരണം ജനലിലൂടെ കണ്ടാലും വരാൻ സാധ്യതയുണ്ട്. കണ്ട പുറത്തോട്ട് പോകുന്ന കണ്ട മമ്മയുടെ വിചാരം എന്ന് വെച്ചാൽ നമ്മൾ ആ മറ്റേ ആൻഡ്രി വിളിച്ചിട്ടുള്ള നമ്മളെ ഫ്രണ്ടില്ലേ, ആ ഫ്രണ്ട് നമ്മുടെ ഡോർബെല്ല് വെച്ച് നമ്മളെ ശല്യം ചെയ്യാനെ വിളിക്കാനായിട്ട് വന്നതെന്നാണ് മമ്മയുടെ വിചാരത്തിൽ കൊണ്ട് മമ്മ പോയി നോക്കുന്നു ആരാണ് വിളിക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നമ്മളാണെങ്കിൽ അപ്പോൾ അവരെയാണ് മാമ ചീത്ത വിളിക്കുക. 20 സമയത്ത് അവരുടെ അടുത്ത് പോയിട്ട് മാമ ചീത്ത പറയും. അപ്പോഴാണ് നമുക്ക് എസ്കേപ്പിൻ്റെ ഡോറ് തുറന്ന് കിട്ടുക. ബട്ട് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിലൊന്നുമില്ല ഗൈസ്, കീ വേണം നമുക്ക് ഡയറക്റ്റായിട്ട് പോയാൽ മതി. ഗേറ്റിൻ്റെ ഡിജിറ്റൽ ഗേറ്റ് ഉണ്ട്, അതെന്താ എനിക്ക് സംഭവം അറിയില്ല. ഓക്കെ, പപ്പയുടെ റൂമിലോട്ടൊന്ന് പോകണം. ഇതെന്താണ് ഗൈസ് എനിക്കറിയില്ല. ഇതൊന്ന് ഓപ്പൺ ആക്കട്ടെ ഗൈസ്. ഓക്കെ, ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്കിതിലെന്താ ചെയ്യേണ്ട ഗൈസ്? നമുക്ക് ഹിൻറ്റ് വന്നിട്ടുണ്ട്. ആൻഡ്രൂ ജനിച്ച ദിവസമാണ് ഗൈസ് വെക്കേണ്ടത്. അപ്പോൾ ആൻഡ്രൂ ജനിച്ചത് നമുക്കിഷ്ടമുള്ള നോക്കാൻ പറ്റുമോ? ആൻഡ്രൂ കണ്ടിട്ടൊരു 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാക്കാം ഗൈസ്. അല്ല, 8ാം ക്ലാസ്സിൽ നമുക്കൊരു 2011 ഇട്ട് കൊടുക്കാം. പറ്റുകയില്ല, എനിക്കറിയില്ല. പറ്റില്ല ഗൈസ്. അപ്പോൾ ഇവൻ ജനിച്ചത് എന്നാണോ എനിക്കറിയില്ലല്ലോ ഗൈസ്. കുട്ടിയാണ്, അപ്പോൾ 2001 വരില്ല. ഇതിലുണ്ടോ കൊടുത്തിട്ടുണ്ടോ ഗൈസ്? ഇതിലുണ്ടാവാൻ സാധ്യതയില്ല. എൻ്റെ ഫോട്ടോ ഉണ്ട്. എൻ്റെ റൂമിൽ ഒന്നുമില്ല ഗൈസ്, പഠിക്കാനായിട്ടുള്ള ബുക്ക് മാത്രമേ ഉള്ളൂ. പുറത്ത് പോയാൽ ഇതെന്താ ഗൈസ്? പപ്പ ടോയ്ലറ്റിൽ പോകുന്ന സമയമാണ്. പോകുന്ന വഴിക്ക് തന്നെ പിടിച്ച്. ഇനിയിപ്പോൾ ഓടാം. പപ്പ മൂത്രമൊക്കെയാണ് ഗൈസ്. നമ്മൾ ഓടുന്നുണ്ടോയെന്നൊക്കെ അറിയാനായിട്ട്. അപ്പം ഞാൻ ലാസ്റ്റ് റൗണ്ട് ആയിരിക്കണം. എനിക്ക് ഓടിക്കുഴങ്ങിയിട്ടുണ്ട്, ക്ഷീണിച്ചിട്ടുണ്ട് ഗൈസ് ഇതിൽ. ഓക്കെ, നമുക്ക് ഇവിടെ നിന്നും ചാടാൻ പറ്റുന്നില്ല. കാരണം ഇതിൽ ചാടാനുള്ള ഓപ്ഷൻസ് ഇനി കൊടുക്കാത്തതാണോ എന്ന് എനിക്കറിയില്ല. കാരണം നമ്മളൊരു വുഡ് ഫെൻസോ അങ്ങനെ എന്തൊക്കെയാണ് പറയുക. ഓക്കെ, ഇത് ഓപ്പൺ ആയിട്ടില്ല, കാരണം പണിഷ്മെൻ്റ് ആണല്ലോ. പണിഷ്മെൻ്റ് ഒന്ന് രക്ഷപ്പെടാൻ എന്തായാലും ഈ ഗെയിമിൽ നിന്ന് പറ്റില്ല. ഓൾറെഡി കീ ഉണ്ടെങ്കിലും പറ്റില്ല എന്നാണ് തോന്നുന്നത്. നമ്മളോട് വീണ്ടും പഠിക്കാൻ ഗൈസ്. 3ാമത്തെ ആഡാണ്. നമ്മൾ ഓഫ്ലൈനിലാണ് കളിക്കുന്നത്, എന്നിട്ട് വരുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കാം ഇത് ഈ ഗെയിമിൻ്റെ ഇതാണ്. ഈ ഗെയിമിലുള്ള
ഈ ഗെയിംസിൻ്റെ ആപ്പിൻ്റെ ഈ ഗെയിമിൻ്റെ ആപ്പിൻ്റെ കമ്പനിക്കാരുടെ ഗെയിംസ് ആയിരിക്കാം അതൊക്കെ. ഓക്കെ, ഇതിലൊന്നുമില്ല. ഇവൻ എന്തൊക്കെയോ കുടിക്കുന്ന വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്, കൂൾ ഡ്രിങ്ക് വെച്ചിട്ടുണ്ട്. ഇവന് ഡ്രസ്സൊന്നും കഴിക്കാറില്ല, കാരണം ഇവനെ ഈ റൂമിൽ അടിച്ചിട്ടേക്കാണ്. ഇവന് കളിക്കാനൊന്നും വിടുന്നില്ല. ഓക്കെ, ഇവന് പുറത്തോട്ട് വിടാറില്ല, കുളിക്കാരനെ പറഞ്ഞേക്കാറില്ല ഞാൻ തോന്നുന്നത്. തോന്നുന്നു വഴി ഡോർബെൽ അടിക്കാം. അയ്യോ വെയിറ്റ് എ മിനിറ്റ്, എത്ര നേരം മേടിക്കാം നമുക്ക്. സ്വന്തം ടീമാണെന്ന് തോന്നുന്നു കളിയാക്കുന്നത്. പപ്പ സ്വന്തം ടീമിനെയാണ് ജസ്റ്റ് കളിയാക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീണ്ടും ബുക്ക് എടുത്ത് വാങ്ങിക്കാം. അമ്മ എന്താ കാട്ടുന്നതൊക്കെ നമുക്ക് വാച്ച് ചെയ്യാം. ഐ വിൽ ഷോ യു. അത് ആരാണ് പറയുന്നത്? മമ്മയാണോ പപ്പയാണോ എനിക്ക് മനസ്സിലാവുന്നില്ല. പപ്പയാണ്. പാസ് കം ഓൺ. കാരണം സ്വന്തം ടീമാണെന്ന് തോന്നുന്നു. ഇനി സ്വന്തം ടീമിനോടാണോ? ടി വിയിൽ നോക്കി എന്തൊക്കെ പറയുന്നുണ്ട്. നമുക്കപ്പോൾ ഇനി നമുക്ക് പപ്പയുടെ അടുത്ത് പോയി നോക്കാം. പപ്പയുടെ റൂമിൽ പോയി നോക്കാം. അവസാനത്തെ ശ്രമമാണോ എന്ന് എനിക്കറിയില്ല. പിടിച്ചാലാ നിർത്തും ഗൈസ് ഈ വീഡിയോ. ക്രൗച്ച് ചെയ്തിട്ട് പോയാൽ പ്രശ്നമില്ലെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഡോറടിച്ചില്ലെങ്കിൽ പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു അലാറം വെക്കാറുണ്ട് പപ്പ. അത് ഓഫ് ചെയ്യാൻ റൂമിലോട്ട് വന്നാൽ പ്രശ്നമാവും. അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ടൊരു കീ ഉണ്ടായിരുന്നു, ഇപ്പോഴുണ്ടോ എനിക്കറിയില്ല. ഇതിലുണ്ടാവും. വേണം. ഓ നമുക്ക് എന്തായാലും ഒളിച്ചിരിക്കണം. ഇവിടെ കണ്ട എൻ്റെ റൂമിലോട്ടാണ് വരുന്നത് തോന്നുന്നു. ഓ നമുക്കൊന്ന് പുറത്തിറങ്ങി നോക്കാം. പെട്ട് ഗൈസ്, എൻ്റെ റൂമിൽ ഒളിച്ചിരിക്കാം. അമ്മയെ വിളിക്കുന്നുണ്ട്. ഗല്ലിയാണ് നമ്മളെ സ്വന്തം മകനെയാണ് ഗൈസ് റാസ്കൽ എന്നൊക്കെയാ പറയുന്നേ. ഓ ഇപ്പം ഇങ്ങോട്ട് വരും ഗൈസ്. പെട്ടു ഗൈസ്. അപ്പം മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പെട്ടു. നമ്മൾ ഈ സൈഡിൽ അടിയും കിട്ടി ഗൈസ്, നല്ല അടി കിട്ടുന്നുണ്ട്. അതൊരു കളിക്കാൻ പറ്റാത്തതിനാണോ കളിക്കാൻ വിടുന്നതിനാണോ എനിക്കറിയില്ല. അപ്പോൾ ഈസിയിലും നമ്മൾ പോയി. അപ്പോൾ അടുത്ത വീഡിയോ എന്തായാലും അടിപൊളിയായിരിക്കും.